ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളത് 49ാമത്തെ ക്ലാസ്സാണ്. Eight raised to x plus 3 is equal to 64 raised to 2x plus 1. X is equal to question. ഇവിടെ നമുക്ക് 8 raised to x plus 3 is equal to 64 raised to 2x plus 1, x is equal to 1. ഇവിടെ നമുക്ക് എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കൃത്യങ്ക രൂപത്തിലുള്ള ഒരു കണക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ 8 raised to x plus 3 is equal to 64നെ നമ്മൾ ഇതേ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. 8ന്റെ പവറാക്കി മാറ്റണം. അപ്പോൾ 8 കിട്ടണമെന്നുണ്ടെങ്കിൽ 64നെ നമുക്ക് എന്ത് ചെയ്യാം, 8 × 8 എന്ന് എഴുതാം. 8 × 8 64. അപ്പോൾ 8 × 8 എത്രയാണ്? 8 സ്ക്വയർ. അപ്പോൾ 64 നമുക്ക് 8 സ്ക്വയർ ആയിട്ട് എഴുതാം. 8 സ്ക്വയർ ഓൾ ബ്രാക്കറ്റ്. നെക്സ്റ്റ് 2x plus 1. അടുത്ത നോക്കാം. കൃത്യങ്ക നിയമം എന്ന് പറയുമ്പോൾ a raised to m the whole raised to n is equal to a raised to m the whole raised to n is equal to a raised to m into n. ഇതൊരു കൃത്യങ്ക നിയമമാണ്, പവറില്ല. അടുത്ത കാര്യത്തിന്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. 5 raised to 3 the whole raised to 7 is equal to 5 raised to 3 into 7 is equal to 5 raised to 21. ഇതുപോലെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. is equal to 8 2 into 2 4x plus 2 into 1 2. അപ്പോൾ ഇവിടെ 8 ആണ് ബേസ്, ഇവിടെ 8 ആണ് ബേസ്. അപ്പൊ രണ്ടിടത്തും ബേസ് എന്താണ്? സെയിം ആണ്. അപ്പൊ രണ്ടിടത്തും ബേസ് സെയിം ആയതുകൊണ്ട് നമുക്ക് പവർ ഈക്വൽ ആക്കി മാറ്റാം. therefore x plus 3 is equal to 4x plus 2. x plus 3 is equal to 4x plus 2. ഇതിൽ നമുക്ക് എക്സിന്റെ വിലയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ എക്സിന്റെ വില കിട്ടണമെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ടൈം എല്ലാം നമുക്ക് ഒരു സൈഡിലാക്കാം. ഈക്വൽ സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെയുള്ള എക്സ് നമ്മൾ ആദ്യം എഴുതുക എക്സ്. അടുത്ത ഈക്വൽ സൈഡിന്റെ റൈറ്റ് സൈഡിലുള്ള 4x നമ്മൾ ഈക്വലിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവിടുക. അപ്പം ഇവിടെ 4x എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് 4x ആണ്. അപ്പോൾ സമത്തിന്റെ ഈക്വൽ സൈഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പ്ലസ് 4x എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് വരും. അപ്പം മൈനസ് നെഗറ്റീവ് 4x ഈസ് ഈക്വൽ ടു. ഈക്വൽ സൈഡിന്റെ റൈറ്റിലുള്ളത് 2 ആണ്, അത് കോൺസ്റ്റന്റ് നമ്പർ ആണ്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ 3 ഉണ്ട്, കോൺസ്റ്റന്റ് നമ്പർ ആണ്. അപ്പൊ അതിനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടു. അപ്പൊ റൈറ്റ് സൈഡിലുള്ളത് ഏതാണ്? 2 ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആ 2 ആദ്യം എഴുതുക. നെക്സ്റ്റ് പ്ലസ് 3, ഇവിടെ എക്സിനെ 3 കൊണ്ട് ആഡ് ചെയ്തിരിക്കുക. അപ്പൊ എക്സ് പ്ലസ് 3, എക്സിനോട് 3 നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ 3യെ നമ്മൾ ഈക്വൽ സൈഡിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഈക്വലിന്റെ റൈറ്റ് സൈഡ് പോകുമ്പോഴത്തേക്ക് പ്ലസ് എന്നുള്ളത് മൈനസ് ആകും, മൈനസ് 3. അപ്പൊ 2 മൈനസ് 3. അപ്പൊ ഇനി അടുത്ത് നോക്കാം. എക്സ് മൈനസ് 4x. ഇവിടെ എക്സ് മൈനസ് 4x എന്ന് പറയുന്നത് ലൈക്ക് ടേംസ് എന്ന് പറയും. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്താണ് ലൈക്ക് ടേംസ്, എങ്ങനെയാണ് ലൈക്ക് ടേംസിന്റെയും അൺലൈക്ക് ടേംസിന്റെയും ക്രിയകൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കിടപ്പുണ്ട്. അപ്പൊ ഇവിടുത്തെ എക്സ് മൈനസ് 4x എന്ന് പറയുന്നതിനകത്ത് എന്ന് പറയുമ്പോൾ ലൈക്ക് ടേംസ് ആയതുകൊണ്ട് ഇവിടെ 1x ഇത് 4x. അപ്പൊ 1x 4x പോകത്തില്ല. അപ്പോൾ 4x 1x പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തിട്ട് 3x കിട്ടും. അപ്പോൾ വലുതിന്റെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ് കാണിച്ചപ്പോൾ മൈനസ് 3x. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ് മൈനസ് 4x എന്ന് പറയുന്നത് മൈനസ് 3x ഈസ് ഈക്വൽ ടു 2 മൈനസ് 3. അപ്പം 2ൽ നിന്ന് 3 കുറയ്ക്കത്തില്ല, 3 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 മൈനസ് 3. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. അപ്പൊ 3ൽ നിന്ന് 2 പോയാൽ 1 കിട്ടും. അപ്പം
3ന്റെ ചിഹ്നം മൈനസ് ആവാൻ കാണിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ മൈനസ് കൊടുക്കും. അപ്പോൾ -1. അപ്പോൾ x ഈസ് ഈക്വൽ ടു -1/-3 ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ ഇവിടെ നോക്കാം, നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. അതുകൊണ്ടാണ് നെഗറ്റീവ് ക്യാൻസൽ ആയി 1/3. അപ്പോൾ എക്സിന്റെ വില എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.